ഞായറാഴ്ച പുലർച്ചെ തിരുനെൽവേലിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള പാലരുവി എക്സ്പ്രസ് യാത്ര ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് അതൊരു അഭിമാന നിമിഷമായിരുന്നു. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം പേറുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലൂടെ അങ്ങനെ ആദ്യ ഇലക്ട്രിക് എഞ്ചിൻ യാത്ര ആരംഭിച്ചു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയായ കൊല്ലം ചെങ്കോട്ട പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ 761 കിലോമീറ്റർ നീളം വരുന്ന കൊല്ലം ചെന്നൈ റെയിൽവേ ലൈനും പൂർണ്ണമായും വൈദ്യുത പാതയായി. നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൻ്റെ മാറ്റം ഇന്ത്യൻ റെയിൽവേയുടെ കൂടി മാറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. മീറ്റർ ഗേജായും പിന്നീട് ബ്രോഡ് ഗേജായും മാറിയ ഈ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കേവലം 2 പട്ടണങ്ങളെ മാത്രമല്ല, മറിച്ച് 2 സംസ്കാരങ്ങളെ കൂടിയാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലൂടെ വൈദ്യുത ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ ധൂമശകടാസുരനിൽ നിന്നും നാം കൈവരിച്ച സാങ്കേതിക മികവിൻ്റെ ചരിത്രം പറയാതെ പോകുന്നതെങ്ങനെ? ആരാണ് ഈ ധൂമശകടാസുരൻ എന്നല്ലേ? കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ ആദ്യമായി സർവീസ് നടത്തിയ ട്രെയിനിനെ നാട്ടുകാർ വിളിച്ച പേരാണ് ധൂമശകടാസുരൻ എന്നത്. ആ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാലം 1873. മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെങ്കോട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് ഒരു മീറ്റർ ഗേജ് പാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച ആലോചനകൾ ആരംഭിച്ചു. ചെങ്കോട്ടയിൽ നിന്നും തിരുവിതാംകൂറിലെ പ്രബല വാണിജ്യ കേന്ദ്രമായ കൊല്ലത്തേക്ക് വേഗത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു മദ്രാസ് സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ തിരുവനന്തപുരം തിരുനെൽവേലി പാതയ്ക്ക് വേണ്ടിയാണ് തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥർ നിലകൊണ്ടത്. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനത്ത് നിന്നും തിരുവനന്തപുരം തിരുനെൽവേലി പാതയ്ക്ക് സമ്മർദ്ദം ശക്തമായെങ്കിലും മദ്രാസ് സർക്കാർ ഗൗരവത്തോടെ കണ്ടത് കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത തന്നെയാണ്. അന്നത്തെ പ്രധാന വ്യവസായ കേന്ദ്രവും തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗവുമായ കൊല്ലത്തേക്കാൾ ഉചിതമായ മറ്റൊരു സ്ഥലം ഇല്ലെന്ന് സർക്കാർ നിശ്ചയിക്കുകയായിരുന്നു. മാത്രവുമല്ല, ചെലവ് കുറച്ച് തെക്കൻ കേരളത്തിലേക്ക് ഒരു പാത നിർമ്മിക്കാം എന്ന മേന്മയും കൊല്ലത്തേക്കുള്ള വഴി തുറന്നു. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയുടെ ബജറ്റ് എത്രയെന്നറിയണ്ടേ? വെറും 30 ലക്ഷം രൂപയായിരുന്നു അന്ന് ഈ പാതയ്ക്കായുള്ള മൂലധനം. ഈ പണം എത്തിയത് 3 രീതിയിലാണ്. മദ്രാസ് സർക്കാർ 17 ലക്ഷം രൂപ അനുവദിച്ചു, റെയിൽവേ 7 ലക്ഷം രൂപയും. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാർ 6 ലക്ഷം രൂപയും പുതിയ റെയിൽവേ ലൈനിനായി അനുവദിക്കുകയായിരുന്നു. അത്ര ലളിതമായിരുന്നില്ല കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയുടെ നിർമ്മാണം. പ്രകൃതിയാണ് പ്രധാന വെല്ലുവിളി. ഭൂപ്രകൃതിയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ആദ്യം റെയിൽപാത നിർമ്മാണത്തിന് മുൻപിൽ ഒരു കടമ്പയായി മാറിയത്. തീരപ്രദേശത്ത് തുടങ്ങി ഇടനാടിലൂടെ മലനാടിലേക്ക് നീളുന്ന പാതയുടെ ആദ്യ 2 ഘട്ടങ്ങളും വലിയ പ്രയാസമില്ലാതെ കടന്നുപോയി. ആര്യങ്കാവ് ഭാഗത്തെ മലനിരകൾക്കിടയിലൂടെ തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളും നിർമ്മിക്കേണ്ടി വന്നു. ഇത് പാതയുടെ നിർമ്മാണം ദീർഘിപ്പിച്ചു. എന്നാൽ വെള്ളക്കാരൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒടുവിൽ പ്രകൃതി വഴങ്ങി. ഇതിനിടയിലാണ് മീറ്റർ ഗേജ് പാതയുടെ നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്കിടയിൽ മലമ്പനിയും മറ്റ് മാരക രോഗങ്ങളും പടർന്നു പിടിച്ചത്. ഇതും കൊല്ലം ചെങ്കോട്ട പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാൻ കാരണമായി. അങ്ങനെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് ഈ പാത പൂർത്തിയാകാനെടുത്തത് നീണ്ട 21 വർഷങ്ങളാണ്. 1902 ഈ പാതയിലൂടെ തീവണ്ടിയുടെ ആദ്യ പരീക്ഷണ ഓട്ടം. കൊല്ലത്ത് നിന്നും ആദ്യത്തെ ചരക്ക് തീവണ്ടി ഓടിക്കാനായി 12,65,637 രൂപയാണ് അന്ന് ചിലവായത്. ഈ പാതയിലൂടെ യാത്രാ തീവണ്ടി ഓടാൻ പിന്നെയും 2 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 1904 ജൂൺ 1-നാണ് യാത്രാ തീവണ്ടി ആദ്യമായി ഈ പാതയിലൂടെ ചൂളം പിടിച്ചോടിയത്. പിന്നെയും 5 മാസത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു ഈ പാതയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്. 1904 നവംബർ 26-ന് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന രാമയ്യ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ 21 ആചാര വെടികൾ മുഴങ്ങി. പുക മുകളിലേക്ക് തുപ്പി ട്രെയിൻ കൂകിപ്പാഞ്ഞു. നാട്ടുകാർ ആദ്യ ട്രെയിനിന് ഒരു പേരുമിട്ടു, ധൂമശകടാസുരൻ. തീവണ്ടിയുടെ ഭാഗങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് പത്തേമാരിയിലാണ് കൊച്ചുപിലാമൂട് തുറമുഖത്തെത്തിച്ചത്. അവിടെ നിന്ന് കാളവണ്ടിയിലും മറ്റും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ട്രെയിൻ ഓടിച്ചത്. തീവണ്ടി എന്നാൽ എന്തെന്ന് അന്ന് സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു. ആദ്യ വണ്ടിയുടെ ചൂളം വിളി കേട്ട് പലയിടത്തും നാട്ടുകാർ ഭയന്നോടിയിരുന്നത്രേ. 1918 കൊല്ലത്ത് നിന്നും ചാക്കയിലേക്ക് തീവണ്ടി സേവനം ആരംഭിച്ചു. പിന്നീട് ഇത് തിരുവനന്തപുരത്തേക്ക് നീട്ടി.
കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജിലെ യാത്ര വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. പുനലൂരിനും ആര്യങ്കാവിനുമിടയിൽ മല തുരന്ന് ചെറുതും വലുതുമായ 5 തുരങ്കങ്ങൾ, ഒട്ടേറെ പാലങ്ങൾ, കഴുതുരുട്ടിയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി കോട്ടവാതിലുകളുടെ സൗന്ദര്യവുമായി 13 കണ്ണറപ്പാലം, വനയാത്ര എന്നിവ യാത്രക്കാർക്ക് തീർത്തും ഹൃദ്യമായ അനുഭവമായി. ആര്യങ്കാവ് തുരങ്കത്തിലൂടെ കടന്ന് വണ്ടി പുറത്തേക്കെത്തുന്നത് തമിഴ്നാട്ടിലേക്കാണ്. റെയിൽപാത വന്നതിനാൽ തമിഴ്നാടും കേരളവുമായുള്ള വാണിജ്യബന്ധം വൻതോതിൽ മെച്ചപ്പെട്ടു. അങ്ങനെ തീരപ്രദേശവും ഇടനാടും മലനാടും താണ്ടി തീവണ്ടികൾ അനസ്യൂതം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. തെക്കേ ഇന്ത്യയിലെ 2 പട്ടണങ്ങളുടെ ഹൃദയത്തുടിപ്പ് പോലെ. കാലം പിന്നെയും മുന്നോട്ടു പോകവേ റെയിൽവേ ലൈൻ ബ്രോഡ് ഗേജാക്കാൻ റെയിൽവേ തീരുമാനിച്ചു. 1997-98 കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജിനെ ബ്രോഡ് ഗേജാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 151 കോടി രൂപയായിരുന്നു ബ്രോഡ് ഗേജ് പാതയുടെ നിർമ്മാണ ചിലവ്. ഇതിൻ്റെ ആദ്യഘട്ടമായി കൊല്ലം പുനലൂർ മീറ്റർ ഗേജ് സേവനം 2006 അവസാനിപ്പിച്ച് പണികൾ ആരംഭിച്ചു. 3 കൊല്ലത്തിന് ശേഷം 2010 മെയ് 12 കൊല്ലം മുതൽ പുനലൂർ വരെയുള്ള 43.25 കിലോമീറ്റർ പാത ബ്രോഡ് ഗേജാക്കി മാറ്റി കമ്മീഷൻ ചെയ്തു. 2018 പുനലൂർ ചെങ്കോട്ട പാത പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. 23 വലിയ പാലങ്ങൾ, 173 ചെറിയ പാലങ്ങൾ, 5 തുരങ്കങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, 2 ലെവൽ ക്രോസ്, 8 റെയിൽവേ സ്റ്റേഷൻ എന്നിവയെ അടങ്ങിയതായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൻ്റെ നവീകരണം അവിടം കൊണ്ടും അവസാനിച്ചില്ല. പിന്നീടാണ് പാത പൂർണ്ണമായും വൈദ്യുതീകരിക്കാനുള്ള പദ്ധതി വരുന്നത്. 2022 കൊല്ലം മുതൽ പുനലൂർ വരെ വൈദ്യുതീകരിച്ച് ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിച്ചു.